1.5 വർഷത്തോളം നീണ്ട ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61,709 കവിയുമെന്ന് അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി. കാണാതായവരുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് മരണസംഖ്യ വലിയ തോതിൽ ഉയർന്നത്. 47,518 പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഗാസ ആരോഗ്യ മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ വെളിപ്പെടുത്തിയിരുന്നത്. കൊല്ലപ്പെട്ട 76% പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസ ഭരണകൂടത്തിന്റെ ഇൻഫർമേഷൻ ഓഫീസ് തലവൻ സലാമ മഹറൂഫ് തുറന്നു പറഞ്ഞു. എന്നാൽ 14,222 പേരുടെയെങ്കിലും മൃതദേഹങ്ങൾ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്ന 17,881 പേരും കുട്ടികളാണ്. 214 നവജാത ശിശുക്കളെയും സൈന്യം കൊലപ്പെടുത്തിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 20 ലക്ഷത്തിലേറെ പേർ കുടിയൊഴിക്കപ്പെടുകയും ചെയ്തു. ചിലർക്ക് 25 തവണ വീടും ടെന്റുകളും വിട്ട് പലായനം ചെയ്യേണ്ടതായ അവസ്ഥയും വന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഭയാർത്ഥികൾ ജീവിച്ചതെന്നതാണ്. പീരങ്കികളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സേന നടത്തിയ നിരന്തര ബോംബിടലിൽ 1,11,588 പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കേറ്റതായി മഹറൂഫ് വെളിപ്പെടുത്തുകയുണ്ടായി.